ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട്. അത് ഇന്ന് അങ്ങ് സാധിച്ചു. ഇന്ന് എൻ്റെ ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് വേണം നാളെ രാവിലെ കുളിച്ച് റെഡിയായിട്ട് എൻ്റെ പെണ്ണുമ്പളെ എഴുന്നേപ്പിച്ച് പണിക്ക് വിടാൻ. അല്ലാതെ ഈ വീട് വെച്ച കടവൊക്കെ ആര് വീട്ടുമെന്ന് പറഞ്ഞാ? അയ്യോ, നിങ്ങളെല്ലാവരും നേരത്തെ വന്നായിരുന്നോ? അറിയാവോ, എൻ്റെ മോടെ കൂട്ടുകാരാ. അതെ, റിസപ്ഷനൊക്കെ അങ്ങ് വൈകിട്ടാ, രാവിലെയാ പാലുകാച്ച്. അപ്പൊ പാലുകാച്ച് കഴിഞ്ഞിട്ട് എല്ലാരും അങ്ങ് പൊക്കോണം കേട്ടോ. ആ, നിനക്കൊന്നും മിണ്ടിയാലല്ലടാ, മിണ്ടിയാലല്ലാന്ന് ഞാനല്ലേടാ ചോദിക്കുന്നേ. അയ്യോ, ഞങ്ങളുടെ അളിയനാ, ഇച്ചിരി മറവി കുറവുള്ള, പണ്ടങ്ങാണ്ട് സൈക്കിളിൽ നിന്ന് വീണതാ. എന്താടാ നിനക്ക് മിണ്ടിയാല്? മിണ്ടാതില്ലടാ നിനക്ക്, എന്നെ നാക്കെന്നെ ഇറങ്ങിപ്പോയടാ. അല്ലെ എന്തോ അളിയാണ് ബഹളം? അവൻ എപ്പോഴാ വന്നെന്ന് ഞാൻ പോയി ചോദിച്ചിട്ട് അവൻ ഒരക്ഷരം മിണ്ടുന്നില്ലെന്ന്. മുഖം തരാതെ മാറി നിൽക്കാൻ ഞാൻ ചെവുക്കല് നിർത്തി അവരുടെ കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ആണ്ട നിൽക്കണവൻ. അയ്യോ, നോക്കൂത്തിയുടെ തല അടിച്ച് പൊട്ടിച്ചിട്ട് വന്ന് നിൽക്കുന്നേ. അത് നോക്കൂത്തിയായിരുന്നോ? ആ, അയ്യോടാ. അളിയൻ ഇന്നലെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ല, അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് നോക്കൂത്തിയാണെന്ന്. അളിയൻ ഇന്നലെ പറഞ്ഞ കാര്യമില്ലേ, അത് ഞാൻ മറന്നുപോയെന്ന്. ആണോ? ആ, ഇപ്പൊ എവിടെ പോവാ? ഞാൻ കടയിലോട്ട് പോണു. കൊള്ള, രാവിലെ ഒന്ന് കടയിൽ പോയാ 5 കിലോ അലുവ മേടിക്കാൻ പറഞ്ഞിട്ട് 5 കിലോ ഉലുവ മേടിച്ചോണ്ട് വന്ന മനുഷ്യനാ. പോട്ടെ, എങ്ങോട്ട് പോവാ? പിന്നെ എനിക്ക് വിശക്കത്തില്ലടാ. അയ്യോടാ പോടാ. എന്താ പണിയാ മേശിരി കാണിക്കുന്നത്? എന്തോ പണി കാണിച്ച്? ഞാനല്ലേ വീട് പണിഞ്ഞ മേശിരി. വീട് പണിഞ്ഞ മേശിരി എന്നല്ല, വീട്ടുകാരനിട്ട് പണിഞ്ഞ മേശിരി എന്ന് പറ. ആ, എന്റെ മേശിരി, ഈ വീട് പണിയാൻ വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാന്നറിയാവോ? പഞ്ചായത്തിൽ കയറി ഇറങ്ങിയാൽ എന്തോരം നടന്നാന്നറിയാവോ? ആകപ്പാടെ 3 ഗഡുവാ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയത്. ഈ 3 ലഡുവും കൊണ്ട് എന്തോ കാണിക്കാനാ? മിനിമം ഒരു 300 ലഡുവെങ്കിലും കിട്ടിയെങ്കിൽ ഈ വരുന്നവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്ത് പറ്റിച്ചു വിടണം. ഞാനിത് ആരോടാ പറയുന്നു? ആ ബേക്കറിലെ രാജുവിനോട് പറഞ്ഞാൽ മതി, അവനാകുമ്പോ വീട്ടിൽ കൊണ്ടുതരും. എന്തുവാ ലഡു? വീടിന് നല്ലൊരു ചരിവുണ്ട് കേട്ടോ. ചരിവോ? നല്ല പോലെ ചരിവുണ്ട് വീടിന്. അത് ഞാനിപ്പോ റെഡിയാക്കി തരാം. ആ, റെഡിയാക്കി തരണം, അല്ലെ ആൾക്കാർ വരുമ്പോ ഞാൻ സമാധാനം പറയേണ്ടി വരും. ആഹാ, എന്റെ പണിയാണ് കുറ്റം പറയുന്നത്. ഞാനിപ്പോ റെഡിയാക്കി തരാം. റെഡിയാക്കി തന്നെ നോക്കത്തുള്ളൂ. നോക്കി ഇതാണ് അങ്ങോട്ട് നോക്കി. അവിടേക്ക് നേരെ നോക്കിയേ. ആ, ഇപ്പൊ ശകലം നേരെ ആയിട്ടുണ്ട്. ഒന്നുകൂടെ നേരെ നോക്കിയേ. ആ, ഇപ്പൊ ഇച്ചിരി നേരെ ആയിട്ടുണ്ട്. ഇപ്പോഴോ? ആ, ഇപ്പോഴാ നേരെ ആയത്. ആ, ആദ്യം നിങ്ങൾ നേരെ എന്നിട്ട് പിന്നെ വീട് റെഡിയാക്കുന്ന കാര്യം പറ. അതുമല്ല, പിന്നെ അണ്ണോ വന്നേ, നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന ആള് ദൂടെ പോകുന്നുണ്ടോ? അങ്ങോട്ട് കയറി പോകുന്നുണ്ടോ? അതെ, ഞങ്ങളുടെ അളിയനാ, മൂത്ത അളിയനാ. മൂത്തളിയനാണ്. ആ, രാവിലെ ഇവിടുന്ന് കാപ്പി കുടിച്ചിട്ട് വെളിയിലോട്ട് പോയതാ. പുള്ളി കാപ്പി കുടിച്ച കാര്യം മറന്നുപോയി. മറവി ഉണ്ടെന്ന്. ആണോ? ഞാൻ കുഴപ്പമില്ല. അളിയോ, അതുമല്ല, എന്താ അവിടെ പോയിരിക്കുന്നേ? ഡോക്ടറെ കാണാൻ വന്ന അളിയോ, നമ്മുടെ വീട്ടിലെ പാലുകാച്ചിന് വന്നല്ലേ? അയ്യോ, അത് ഞാൻ മറന്നുപോയി. അതാ പറഞ്ഞു, നീ കേറി വാ. ഒന്നും പറയണ്ട, വായം പൊളിച്ചിരിക്കണോ? ഓർമ്മക്കുറവുണ്ടേ, അതുകൊണ്ടാ. ആണോ? അതാ. ആഹാ, അത് കൊള്ളാം. നീ വന്നേ. എന്താ? അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ അങ്ങനെ ഇരിപ്പുണ്ടോ നോക്കി. അതെന്നാ വർത്താനാണ്? അതല്ലെന്ന്, ഞാൻ ചിലപ്പോ എന്നെ അവിടെ മറന്നു വെക്കുവന്ന്. ഓ, അങ്ങനെ. അളിയ കൊണ്ടുവന്നേക്കുന്നത്. അളിയാ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അളിയ, ഇന്നെന്റെ ബർത്ത്ഡേ അല്ല, ഇല്ലേ? നമ്മുടെ വീടിന്റെ പാല് കാച്ചല്ലയോ? ആണോ? എന്നാ ഹാപ്പി പാല് കാച്ചൽ ഡേ. ഇത്രയും മറവിയുള്ള ആൾ ഈ സാധനമൊക്കെ കൊണ്ടുവന്നോ? അതാ ഞാനും എന്തോ പറയുവാന്ന് അന്നേരം. അയ്യോ, ഒന്ന് അഴിച്ചു നോക്കി. നോക്കട്ടെ. ആ, നോക്ക്. ഇതെന്തൊരു കട്ടാളിയാ കെട്ടി വെച്ചേക്കുന്നത്, അഴിക്കാനും പറ്റുന്നില്ലല്ലോ. അളിയൻ കൊണ്ടുവന്ന സമ്മാനമല്ലേ? അയ്യോ, ഇതെന്താ റീത്തോ? അളിയ, നീ റീത്ത് വെച്ച് അവിടെ പോവാ? അല്ല, അളിയനല്ലേ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാനോ? ഞാനാണോ കൊണ്ടുവന്നത്? പിന്നല്ലോ. എന്റെ ദൈവമേ, പിന്നെ മറന്നു. എന്റെ കൂട്ടുകാരൻ വീടിനടുത്തുള്ളവൻ ശശി കഴിഞ്ഞ ആഴ്ച മരിച്ചതാ. അവന് കൊടുക്കാൻ വേണ്ടി മേടിച്ച റീത്തായിരുന്നു. ആണോ? ഷോ, ഇനിയിപ്പൊ അവൻ എന്നാ വിചാരിക്കുമെന്നുള്ള. ആര്? മരിച്ചുപോയ ശശിയെ. ആരാന്ന് പറഞ്ഞേ? ഞങ്ങളുടെ മൂത്തളി. ഇത് ഇച്ചിരി മൂത്ത കളിയനാന്ന് തോന്നുന്നു കേട്ടോ. ആണോ? ആ, അളി ഇതാരെന്ന് മനസ്സിലായോ? ആരാ അത്? 25 ലക്ഷം രൂപ എനിക്ക് തേച്ചിട്ട് പോയ ആളെ എന്നെ. അല്ല, 25 ലക്ഷം രൂപ വീട് തേച്ച് തീർന്നപ്പോഴെന്ന് പറയുമായിരുന്നു. ആണോ? ഈ വീട് വെച്ചേനെ എന്തേലും ലോണോ മറ്റോ കാര്യങ്ങളോ ഉണ്ടോ? പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടിയൊന്നും തികഞ്ഞില്ല അളിയാ. ആണോ? പിന്നെ ഞാൻ ബാങ്കിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ ലോൺ എടുത്ത് ഞാൻ ആ പണി തീർത്ത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാ ഒന്ന് സമാധാനമായ. എന്നാ? നിനക്കിനി സമാധാനത്തിൽ ഇതിനകത്ത് കിടത്തുറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തപ്പോ ഉള്ള ഒരു സമാധാനം. അളിയാ, ഈ പുള്ളി കല്യാണമൊക്കെ കഴിച്ചാണ്. പിന്നെ പുള്ളി കല്യാണം കഴിച്ചോ? ഞാൻ കല്യാണം കഴിച്ചാണ്. എനിക്ക് എത്ര പിള്ളേരായിരുന്നു? അയ്യോ, ഉണ്ടോ? അതുപോലും പറഞ്ഞു. 2 പിള്ളേര്. 2 പിള്ളേരും ഒരു തള്ളയും. ഞങ്ങൾ എന്നും തിരുവനന്തപുരത്ത് ബസ്സിൽ പോയപ്പോഴേ ബസ്സിനകത്ത് ഞാൻ ഇവരെ വെച്ച് മറന്നുപോയി. ശരിക്കും പുള്ളി മറന്നതല്ല, പിന്നെ അവര് പുള്ളിയെ കളഞ്ഞിട്ട് പോയതാ. ആണോ? ട്യൂബ് ഒന്നും അങ്ങനല്ല കെട്ടുന്നത്, ഞാൻ വന്ന് കെട്ടിത്തരാം കേട്ടോ. കറക്റ്റായിട്ട് വെക്കണ്ടാടാ അതൊക്കെ. ഹലോ, എന്ത് ചെയ്യുന്നു?
ബാങ്ക് മാനേജരാ. ആണോ? ആഹാ. എടാ മേശരിയാണ്. ബാങ്ക് മാനേജരാണെങ്കിൽ മുഴക്കൊല്ലും തേപ്പുകാരനെയൊക്കെ വരുവോ? മേസ്തിരിയാണോ? ഞാൻ ഈ വീട് പണിഞ്ഞ മേശരിയാണെന്ന്. ആ അതെ അതെ അതെ. ആ എവിടാ പണി എന്തായിരുന്നു? ഞാനോ? ആ. ഈ വെങ്കടേശന്റെ പണിയായിരുന്നു. വെങ്കടേശന്റെ പണി? ആ. അപ്പൊ തമിഴ്നാട്ടുകാരുടെ കൂടാന്നോ? അല്ലല്ലേ, മലയാളികളുടെ കൂടെ. അതെന്നാ പണിയത്? അതാ നമ്മുടെ ഈ ജനൽ വെക്കത്തില്ലേ? ആ. ജനലിന്റെ മേളിൽ നമ്മൾ കാറ്റ് കയറാൻ വേണ്ടി വെങ്കടേശൻ വെക്കുമല്ലോ. എടാ അത് വെന്റിലേഷൻ. ആ ആ അവിടെ വല കെട്ടുന്ന പരിപാടിയായിരുന്നു എനിക്ക്. വല കെട്ടാ നീ ആര് എട്ടുകാരിയോ? ഏ? ഇല്ലേ? ആ ഇതുപോലൊക്കെ ഒരു വീട് വെക്കട്ടെ. ഞാനൊരു വീട് വെച്ചായിരുന്നു. ആ പക്ഷെ അതിനകത്ത് കയറി താമസിക്കാനുള്ളൊരു ഭാഗ്യമില്ലാതായിപ്പോയി. അതിനാ പറഞ്ഞ എന്നെ പോലുള്ള മേശരിമാരെ വിളിച്ച് ചെയ്യായിരുന്നെങ്കിൽ അതിനകത്ത് കിടക്കാമായിരുന്നല്ലോ. അതുകൊണ്ടല്ല, പിന്നെന്താ ഈ വീട് എവിടെ പണിതെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയെന്ന്. ആ, അതാ. അതെ. ആ മേശരി ആ കഴിക്കുന്ന ആളാണോ? അത് കൊള്ളാം. ആ. ഒരു മേശരിയാന്ന് പറഞ്ഞ എന്റെ അടുത്ത് അങ്ങനൊക്കെ ചോദിക്കണം. ഒരുപാട് വീടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ. ഇങ്ങനെ എന്റെ അടുത്ത് ആരും ഇതുപോലെ വന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലേ? പക്ഷെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ സ്വന്തം പൈസക്ക് ഞാൻ മേടിച്ച് കഴിക്കത്തുള്ളൂ. ഞാൻ ആരുടെ ഓശാരത്തിൽ കഴിക്കാറില്ല. കേട്ടോ? ഉണ്ടോ സാധനം? കഴിക്കോ? എന്നാ താണ്ടെ അവിടെ ചൂട് ഉപ്പുമാവ് ഇരിപ്പുണ്ട്, പോയി കഴിച്ചേച്ചും പെട്ടെന്ന്. ആ അത് കൊള്ളാം. ഇവിടെ കാര്യം ഒന്നും പറയണ്ട അളിയ, ഒന്നും പറയണ്ട. അവിടെ കാര്യം എന്താ പ്രശ്നം? എല്ലാത്തിനും എന്റെ കൈ എത്തണമെന്ന് പറഞ്ഞാലേ. ആണോ? എന്നാ പിന്നെ അവിടെ വെച്ചിട്ട് വരാൻ മേലായിരുന്നു. എന്തുവാ കയ്യേ, അതാകുമ്പോ ഓടി നടക്കണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. എന്തിനാ പോകുന്നത് ഇപ്പൊ പോകണം പറ്റത്തില്ല. ഇവിടെ ഈ പാലുകാച്ചിന്റെ ചടങ്ങ് എനിക്ക് ഇതിനെ കുറിച്ച് കാര്യമൊന്നും അറിയത്തില്ല. മേച്ചിൽ ഇവിടെ എന്നാ പറ്റത്തുള്ളൂ. അയ്യോ എനിക്ക് പോയേ പറ്റത്തുള്ളൂ. പറ്റത്തില്ലെന്ന്. എന്നാ പിന്നെ മേശരി 500 രൂപ എനിക്കോ? 500 രൂപ? ആ അയ്യോ 500 രൂപ ഇല്ല. ആ അതുകൊണ്ടാ പറഞ്ഞ എനിക്ക് പോയേ പറ്റത്തുള്ളൂ പറഞ്ഞു. ഒരു മിനിറ്റ് അളിയാ, ഒരു 500 രൂപ എന്റെ 500 രൂപ. ഇതെന്റെ അല്ല, വേറെ ആരോടെയോ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ തിരിച്ചിറങ്ങി അന്നേരെ തരുവോ? പിന്നെ തരാണോ? എന്തോ പറ്റിക്കല്ലേ? എന്നാ മേശരി 500 രൂപ. 500 ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ എന്റെ മേടിച്ച 500. പൈസയുടെ കാര്യത്തിൽ ഒരു മറവി ഇല്ലല്ലോ. ഇല്ല അളിയ മനസ്സിലായില്ല. അപ്പൊ ഇല്ല, അതാണ് അളിയൊരു സംഭവം മനസ്സിലായില്ല. അളിയ അളിയ ഞാൻ എത്ര അത് മേടിച്ചേ? 500. 500. 500 രൂപ തന്നിട്ടുണ്ട്. അപ്പൊ കണക്ക് തീർന്നേ? തീർന്നല്ലോ. ഇനി കുഴപ്പമില്ലല്ലോ. ഓക്കെ, എല്ലാം കഴിച്ചു. അപ്പൊ എന്റെ 500 അളിയ അളിയന് ഞാൻ മുമ്പ് ഒരു 500 രൂപ മേടിച്ചില്ലായിരുന്നോ? അത് ഞാൻ തിരിച്ചു തന്നില്ലായിരുന്നോ? തന്നല്ലോ. കണക്ക് തീർത്തായിരുന്നല്ലോ. ഇപ്പൊ എന്റെ 500 മേടിച്ചില്ലയോ? അതിങ്ങ് തിരിച്ചാ. മനസ്സിലായോ? ഇപ്പഴാ മനസ്സിലായേ. എന്റെ 500 രൂപ പോയേനെ. ആരംഭിക്കണ്ടേ? പിന്നെ ഇറങ്ങാൻ ആരംഭിക്കണം. ഗണപതി ഹോമയ്ക്ക് തന്നെയുള്ള പൂജ സാധനങ്ങളെല്ലാം റെഡി ആയിട്ട്. ഗണപതി ഹോമത്തിന്റെ എല്ലാ സാധനവും ഞാൻ അകത്ത് റെഡിയാക്കി. എല്ലാം റെഡിയാക്കി കൊണ്ടുപോവാ. പിന്നെ താക്കോല് താക്കോല് കഥ കിടപ്പുണ്ട്. നോക്കിയേ. അയ്യോ താക്കോലില്ല. താക്കോലില്ലേ? താക്കോലെ കാണുന്നില്ലല്ലോ. താക്കോല് എന്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അളിയുണ്ടോ? പിന്നെ ഞാൻ എടുത്തു വെച്ചായിരുന്നു. കണ്ടോ? വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെങ്കിലും ഉണ്ടല്ലോ താക്കോലെടുത്ത്. അപ്പൊ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാം. അല്ല വേറെ വിഷയമുണ്ട്. എന്താണ്? അമ്മായിമ്മ വന്നിട്ടുണ്ട്. അമ്മായിമ്മ ഇപ്പൊ വിഷയം അതല്ലെന്ന്. അമ്മായിമ്മയ്ക്ക് പാല് കാച്ചണമെന്നാ പറഞ്ഞേക്കുന്നത്. എന്റെ അമ്മയും ഫോൺ വിളിച്ച് പറഞ്ഞ മോനെ ഞാനാ പാല് കാച്ചുന്നത് എന്ന് പറഞ്ഞു. അവളും പറഞ്ഞു അവക്കും പാല് കാച്ചു. ഇപ്പൊ ഞാൻ എന്തോ ചെയ്യുന്നു പറഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 പേരോട് നടത്തി നമുക്ക് കാര്യങ്ങൾ നടത്തണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങ് കറക്റ്റായിട്ട് ചെയ്തോളാം. താക്കോല് മേടിരി. അളിയാ ആ താക്കോലിങ് എന്തായാലും നമുക്കങ്ങ് പാല് വെച്ചായിരുന്നു. താക്കോൽ എന്റെ ഉണ്ടല്ലോ, ഞാൻ ഊരിച്ച് വെച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ താക്കോല് നമുക്ക് തുറക്കാം. എന്റെ ഉണ്ടെന്നേ. ഉണ്ടെന്ന് പറഞ്ഞ അളിയന്റെ കൈ വെച്ചിട്ട് കാര്യമുണ്ട്. നമുക്ക് അത് തുറന്നിട്ട് വേണ്ട പാല് കാച്ചി നടത്താൻ. അതല്ല, ഇത് എവിടെ വെച്ചേക്കണം എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. പറഞ്ഞാലെങ്ങനെയാ അളിയനിപ്പോ എന്തോ പാല് കാച്ചിയാ പോരെ? എനിക്ക് പാല് കാച്ചിയാ മതി. ഒരു കഴിഞ്ഞ ഒരു 3 ഇഷ്ടിക കല്ലിഞ്ഞ് എടുത്തോണ്ട് പോയി ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് കലത്തിനകത്ത് ചായ തിളപ്പിക്കാം. ഇത്രയും കാശ് കൊടുക്കി ഞാൻ വീടുണ്ടാക്കി വെച്ച് വെളി വെച്ച് പാല് കാച്ചാലുണ്ടോ? ഒറ്റ കീറ എന്തായാലുണ്ടല്ലോ ഞാൻ. എന്നെ എങ്ങനെ അടിച്ചാലുണ്ടല്ലോ. എന്നെ അടിച്ചാൽ അടിക്കടാ ഇവനെ. അവനെ കൊണ്ട് എന്നെ തല്ലിച്ചത്. പിന്നെ ഞാൻ ചിലപ്പോ തല്ലാൻ മറന്നുപോയാലോ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.